നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 11 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. രോഗാദി ദുരിതങ്ങൾ അലട്ടുകയും ശരീര ശോഷണം അനുഭവപ്പെടുകയും ചെയ്യും. ഭക്ഷണ സുഖക്കുറവ്, മനസ്വസ്ഥതക്കുറവ് എന്നിവ ഇന്ന് ഉണ്ടായേക്കാം. ശത്രുക്കളിൽ നിന്ന് ദോഷ അനുഭവങ്ങൾ ഉണ്ടാവാം. ഇന്ന് ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ ക്ലേശം വർദ്ധിക്കുകയും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ശിരോനാഡി രോഗപീഠ വർദ്ധിക്കും. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വളരെയധികം സൂക്ഷ്മത ഇന്ന് പാലിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ തീർക്കുവാൻ ഇന്ന് സാധിക്കും. ഭക്ഷണസുഖം, തൊഴിൽ വിജയം, രോഗശാന്തി, ശത്രുനാശം, ധനനേട്ടം എന്നിവ ഉണ്ടാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ തീർക്കുവാൻ ഇന്ന് സാധിക്കും. ഭക്ഷണസുഖം, തൊഴിൽ വിജയം, രോഗശാന്തി, ശത്രുനാശം, ധനനേട്ടം എന്നിവ ഉണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മാനസിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ ക്ലേശങ്ങൾ, രോഗാതി ദുരിതം, ഭാര്യ സന്താനങ്ങളുമായി കലഹം, അഭിപ്രായ വ്യത്യാസം, ധനനഷ്ടം, അപമാനം എന്നിവ ഇന്നുണ്ടാകും. വളരെ ശ്രദ്ധിക്കേണ്ട ദിനം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കർമ്മ പുരോഗതി ഇന്നുണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരം ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുക, സാമ്പത്തിക ലാഭം എന്നിവ ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ വിജയം ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടെ മേലധികാരിയുടെ അപ്രീതി ഉണ്ടാവും. ബന്ധുജനങ്ങളെ കൊണ്ട് മനസ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. ജീവിത പങ്കാളിക്ക് രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വിവാഹകാലം അനുകൂലമായിരിക്കും. വിദ്യയിൽ ഉന്നതി, ഭക്ഷണസുഖം എന്നിവ ലഭിക്കും. മാന്യത, സംസാരപ്രധാനമായ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക വർധനവ്, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇന്നുണ്ടാകും. ശത്രുഹാനി, ആരോഗ്യവർദ്ധനവ്, തൊഴിൽ വിജയം എന്നിവ അനുഭവപ്പെടും. സ്ത്രീകളോടൊപ്പം ചെലവഴിക്കുവാൻ സമയം ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. തൊഴിൽ തടസ്സം, അപമാനം, ധനക്ലേശം, രോഗാതി ദുരിതം, ജലഭയം എന്നിവ ഉണ്ടാകും. ജാഗ്രത പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വ്യവഹാര പരാജയം ഇന്നുണ്ടാകും. ജലസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും. മനോരോഗം, കാര്യതടസ്സം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ ഇന്ന് ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതി, വ്യവഹാരങ്ങളിൽ വിജയം എന്നിവ ഉണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബസൗഖ്യം, രോഗശാന്തി, ആരോഗ്യവർദ്ധനവ്, ശത്രുഹാനി എന്നിവ ഇന്നുണ്ടാകും. സ്ത്രീകളുമായി അടുത്തിടപഴകാനും ഉല്ലാസയാത്ര പോകുവാനും അവസരം ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.